ഏഴു പൊന്നില വിളക്കും നടുവിലവൻ നിൽക്കും. എന്തുരസം എന്തുരസം. മാറത്തു പൊൻകച്ച കെട്ടിയവൻ, മാറത്തു പൊൻകച്ച കെട്ടിയവൻ, മാറത്തു പൊൻകച്ച കെട്ടിയവൻ. ഏഴു പൊന്നില വിളക്കും നടുവിലവൻ നിൽക്കും. എന്തുരസം എന്തുരസം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 50 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയും വിളിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു. അതെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെടുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞതിൻ്റെ വാക്കാവത് എന്ന് തുടങ്ങി പ്രവചന പുസ്തകങ്ങൾ മുതൽ എഴുതി വച്ചിരിക്കുന്ന യേശു കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ യോഹന്നാൻ സ്നാപകനിൽ കൂടി നമ്മൾ കേട്ടത് ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നല്ലോ. സ്തോത്രം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെടുക. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഭൂമിയിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ പ്രിയൻ്റെ വരവേറ്റവും അടുത്തിരിക്കിയാൽ നമുക്കും ഒരുങ്ങി നിൽക്കാൻ ദൈവമക്കളെ. യേശുവേ സ്തോത്രം. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയല്ല. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റ് അടിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയും വിളിക്കുന്നു. ഒരു ന്യായവിധിയുടെ നാളാണ് ഇത്. ആമേ സ്തോത്രം. ഈ ന്യായവിധിക്ക് മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒന്ന് നിൽക്കേണ്ടതായിട്ട് വരും കർത്താവിൻ്റെ സന്നിധിയിൽ. ഈ സമയങ്ങളൊക്കെ നമുക്കും പ്രാർത്ഥിക്കാം. ഭൂമിയിൽ അന്ത്യകാല സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ തലമുറ ഇതെല്ലാം കാണുമെന്ന് വചനം പറയുന്നത് പോലെ തന്നെ അതേ ദൈവമക്കളെ ഈ തലമുറ കണ്ടുകൊണ്ടിരിക്കുക. പ്രിയൻ്റെ വരവേറ്റവും അടുത്തിരിക്കുക. അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം വചനഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും ഇന്ന് ഭൂമിയിൽ കാണുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങി നിൽക്കാം. കർത്താവ് വരുമല്ലോ. ആമേ സ്തോത്രം. അത് വരുന്നത് തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയും വിളിക്കുന്നു എന്നാണ് വചനം. ഈ ന്യായവിധിക്ക് മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അറിഞ്ഞു പറയാതെയും ചെയ്തു പോയ ആ പിഴകളെ ദൈവം ക്ഷമിച്ചുകൊണ്ട് എൻ്റെ പ്രിയനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ ആരാധിച്ച് പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ സ്വീകരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുക്കമുള്ള ജനതയായി തീരുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. നമ്മളെന്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമ്മളെന്തൊക്കെ വെട്ടിപ്പിടിക്കാൻ നോക്കിയാലും ആരൊക്കെയോ ആയിത്തീരാൻ നമ്മൾ ഓടി നടക്കുമ്പോഴും ദൈവമക്കളെ, പ്രിയൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. ആമേൻ. അന്ത്യകാല സംഭവങ്ങൾ ഭൂമിയിൽ നമ്മൾ കാണുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ പ്രിയൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുങ്ങിയിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവെ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കിയാൽ കർത്താവെ, ആ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ കർത്താവെ, വിളക്കിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന മണവാട്ടികളെ പോലെ ആയിത്തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണേ. ജീവിത സാഹചര്യങ്ങളിൽ കർത്താവെ, പലപ്പോഴും പലരും പല വിധത്തിലുള്ള വേദന, യാതന അനുഭവിക്കുമ്പോൾ എൻ്റെ കർത്താവെ, അവിടുന്ന് കേൾപ്പിച്ച വചനം നിവൃത്തിയാകുമല്ലോ. ഹല്ലേലൂയ. കഷ്ടതകൾ മറന്ന് ഉല്ലസിപ്പാൻ തക്കവണ്ണം എൻ്റെ കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. 24 മൂപ്പന്മാരുടെ നടുവിൽ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന ജനത്തെ ഹല്ലേലൂയ ഈ സമയത്തടി ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഈ വചനം ഞങ്ങൾ ഓർക്കുന്നു. ആ സ്തുതിപ്പ് ഉയരുന്നത് കേട്ടപ്പോൾ ഇവരെവിടെ നിന്ന് വന്നവരെന്ന് ചോദിച്ചല്ലോപ്പാ. ആ ചോദ്യത്തിനുള്ള മറുപടി ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്നാണല്ലോ ദൈവമേ. മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരുടെ സ്തുതിപ്പ് കേട്ടാൽ കഷ്ടത്തിലായിരുന്നു എന്ന് ആരും അറിയുന്നില്ലല്ലോപ്പാ. സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന നിമിഷത്തിൽ തന്നെ
ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിലാകുകയാണല്ലോ കർത്താവേ. അതേ, ഞങ്ങൾ കഷ്ടതകൾ മറന്നുല്ലസിപ്പാൻ കൃപയും കൃപാവരങ്ങളും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ. 7 പൊന്നല വിളക്കിൻ്റെ നടുവിൽ മാറത്ത് പൊൻകച്ച കിട്ടിയവനായ എൻ്റെ പൊന്നു കർത്താവേ, അവിടുന്ന് കേൾപ്പിച്ചിരിക്കുന്ന വചനം നിവൃത്തിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഇന്ന് വരെ ഞങ്ങൾ കാണുന്നു, ഇനി കാണുവാനിരിക്കുന്നതും തിരുവചന സത്യം മാത്രമാണെന്ന് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. മഹത്വവും പുകഴ്ചയും എടുത്തുകൊണ്ട് കർത്താവ് അങ്ങ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.